കർത്താവേ, അരുളിച്ചെയ്താലും ഞങ്ങൾ കേൾക്കുന്നു. എൻ്റെ സ്വസ്ഥതയിലിരുന്ന് ഹൃദയം പകരുന്ന മക്കൾക്ക് എൻ്റെ സ്നേഹം ഞാൻ പങ്കുവയ്ക്കും. മക്കളെ, ഞാൻ സ്നേഹമാണ്. എൻ്റെ സ്നേഹം അത്ഭുത ശക്തിയാണ്. അതിനേക്കാൾ ശക്തമായത് ഒന്നും ഈ ലോകത്തിലില്ല. എൻ്റെ മക്കൾക്ക് ലോകത്തെക്കുറിച്ചും ശാസ്ത്ര സാങ്കേതിക കാര്യങ്ങളെക്കുറിച്ചുമൊക്കെ വളരെ അറിവുണ്ട്. പക്ഷേ അതിരുകളില്ലാത്ത എൻ്റെ അനന്ത സ്നേഹത്തെപ്പറ്റി നിങ്ങൾക്ക് അറിയില്ല. താൽക്കാലികങ്ങളും വാടിപ്പോകുന്നതുമായ ഭൗതിക സ്നേഹമല്ല എൻ്റെ സ്നേഹം. ഉപാധികളില്ലാത്തതാണ് എൻ്റെ സ്നേഹം. എൻ്റെ മക്കൾ എന്നെ സ്നേഹിച്ചാലും ഇല്ലെങ്കിലും എൻ്റെ സ്നേഹം നിങ്ങളിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കും. എൻ്റെ സ്നേഹത്തിന് പരിധികളും പരിമിതികളും ഇല്ല. സ്ഥലകാലങ്ങളിലും സമയങ്ങളിലും നിത്യതയിലുമൊക്കെ നിറഞ്ഞു നിൽക്കുന്ന വിസ്മയമാണ് എൻ്റെ സ്നേഹം. എൻ്റെ മക്കളോടുള്ള എൻ്റെ വിസ്മയ സ്നേഹത്തിൻ്റെ അമൂർത്ത ഭാവമാണ് ക്രൂശിലെ സ്നേഹം. അതിൻ്റെ ആഴം ഗ്രഹിക്കുവാൻ പൊടിമണ്ണായ നിങ്ങളുടെ ദുർബല ശരീര മനസ്സുകൾക്ക് കഴിയില്ല. ഇപ്പോൾ മങ്ങിയ കണ്ണാടിയിലൂടെ കാണുന്ന എന്നെ നിത്യതയിൽ എൻ്റെ മക്കൾ കാണും. അന്ന് എൻ്റെ സ്നേഹത്തിൻ്റെ ആഴവും പരപ്പും വിസ്തൃതിയും മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു പുതിയ സ്വർഗീയ ശരീരം ഞാൻ നിങ്ങൾക്ക് നൽകും. അന്ന് എൻ്റെ വിസ്മയ സ്നേഹത്തിൻ്റെ ആത്മഹർഷം നിങ്ങൾ അനുഭവിക്കും. മക്കളെ, ഓരോ ദിവസത്തെ അതിജീവനത്തിന് എൻ്റെ അദൃശ്യ സ്നേഹത്തിൻ്റെ പരിമിതമായ അറിവ് ധാരാളം മതിയാകും. എഫേസ്യ ലേഖനം 3-ാം അധ്യായം. അവിടുത്തെ മഹത്വത്തിൻ്റെ സമ്പന്നതയ്ക്ക് യോജിച്ച വിധം അവിടുന്ന് തൻ്റെ ആത്മാവിലൂടെ നിങ്ങളുടെ ആന്തരിക മനുഷ്യനെ ശക്തിപ്പെടുത്തണമെന്നും വിശ്വാസം വഴി ക്രിസ്തു നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കണമെന്നും നിങ്ങൾ സ്നേഹത്തിൽ വേരുപാകി അടിയുറയ്ക്കണമെന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാ വിശുദ്ധരോടുമൊപ്പം ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ നീളവും വീതിയും ഉയരവും ആഴവും ഗ്രഹിക്കാൻ നിങ്ങൾക്ക് ശക്തി ലഭിക്കട്ടെ. അറിവിനെ അതിശയിപ്പിക്കുന്ന ക്രിസ്തുവിൻ്റെ സ്നേഹം നിങ്ങൾ ഗ്രഹിക്കാനും അതുവഴി ദൈവത്തിൻ്റെ സമ്പൂർണതയാൽ നിങ്ങൾ പരിപൂതരാകുവാനും ഇടയാകട്ടെ. ഈ തിരുവചനങ്ങളാൽ ദൈവസ്നേഹം നമ്മിൽ നിറയുകയും പ്രത്യാശയിലേക്കും പ്രതീക്ഷയിലേക്കും നമ്മെ നയിക്കുകയും ചെയ്യട്ടെ. ശുഭാശംസകളോടെ എ. പി. ജോർജച്ചൻ.